എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആക്ച്വലി ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. 6-7 മാസത്തിന് ശേഷം മമ്മൂക്ക തിരിച്ച് സ്ക്രീനിൽ. ആക്ച്വലി അങ്ങനെ ഒരു എന്താ പറയുക, മലയാള സിനിമ കണ്ടു വളർന്ന ഒരാൾക്ക് മമ്മൂക്ക, ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു വികാരം, അതിന്ന് പുള്ളിയെ വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി. കളങ്കാവലിൽ നമ്മുടെ വിനായകൻ നായകനായിട്ടും മമ്മൂക്ക പ്രതിനായകനായിട്ടും അഭിനയിക്കുന്ന സിനിമ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമ കാണാൻ. കാരണം നമ്മുടെ കുറുപ്പ് എഴുതിയ ജിതിൻ കെ ജോസ്, ഐ തിങ്ക് പുള്ളിയും വേറൊരു പുള്ളിയും കൂടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ജിതിൻ കെ ജോസിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സിനിമ. പിന്നെ സൈനൈഡ് മോഹൻ്റെ കഥയാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പൊതുവേ അങ്ങനത്തെ ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. സോ ഐ വാസ് പ്രിറ്റി എക്സൈറ്റഡ്. അങ്ങനെ ഇന്ന് രാവിലെ 9:30 FDFs കാണാൻ ചെല്ലുന്നു. ആഹ്, കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഇതിൻ്റെ പ്ലോട്ട് നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള പ്ലോട്ട് തന്നെയാണ്. അതായത് മമ്മൂക്ക ഒരു സീരിയൽ കില്ലറാണ്. ഒരു എന്താ പറയുക, ഒരു നിംഫോമാനിയാക് സീരിയൽ കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീകളെ മാത്രം തിരഞ്ഞു പിടിച്ച് സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം അവരെ പല രീതിയിൽ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറായിട്ട് മമ്മൂക്ക വരുന്നു. ആ കേസ് അന്വേഷിക്കാനായിട്ട് വിനായകൻ വരുന്നു. ഇതാണ് ഇതിൻ്റെ പ്ലോട്ട്. ഈ പ്ലോട്ടിൽ തന്നെയാണ് ഈ സിനിമ ആദ്യം തൊട്ട് ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ ഈ ഒരു പ്ലോട്ടിൽ തന്നെയാണ് പോകുന്നത്. പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഈ പോർഷൻ വേണമെങ്കിൽ എനിക്ക് പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. മമ്മൂക്ക ജസ്റ്റ് നമ്മൾ ഒരു 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 ആക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ 10-40 വർഷമൊക്കെ ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബാലയ്യ കഴിഞ്ഞ ദിവസം അഖണ്ഡ 2ൻ്റെ തമിഴ് പ്രസ് മീറ്റിന് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ 50 വർഷമായിട്ട് സിനിമയിലുണ്ട്, 50 വർഷവും ഞാൻ നായകൻ തന്നെയായിരുന്നു എന്നൊക്കെ പുള്ളി ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഒരുപക്ഷെ പുള്ളിക്ക് അത് അഭിമാനകരമായ കാര്യമായിരിക്കാം. പക്ഷേ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്നത് നമുക്കൊരു മമ്മൂക്കയും ഒരു ലാലേട്ടനും ഉണ്ട്. അവർ 10-40 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 45 വർഷത്തിനിടയ്ക്ക് ചെയ്യാത്ത റോളുകളൊന്നുമില്ല. ഒരു പക്ഷേ മമ്മൂക്ക അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ കരിയറിൽ ചെയ്യാത്തൊരു റോളാണ് ഒരു സീരിയൽ കില്ലറിൻ്റെ റോള്. അത് വളരെ ഗംഭീരമായിട്ട്, വളരെ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ റോളിന് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ടീച്ചറൊക്കെ കാണുമ്പോൾ അറിയാം, സ്ത്രീകളെ വശീകരിച്ച് കൊല്ലുന്ന ഒരു കില്ലർ. അപ്പോൾ ആ ഒരു റോളിന് വേണ്ട ഒരു സൗന്ദര്യം, നമ്മളിപ്പം സൗന്ദര്യം കാണുന്നവൻ്റെ കണ്ണിലാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു സിനിമയായിട്ടത് കാണിക്കുമ്പോഴത്തേക്കും നമുക്കത് ഫീൽ ചെയ്യണം. ഓക്കെ, ദിസ് ഗായ് ഈസ് കരിഷ്മാറ്റിക്, ഇത്രയും സ്ത്രീകളെ സെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് തോന്നണം. മമ്മൂക്കയുടെ ആ ഒരു നിപ്പ്, നടപ്പ്, എക്സ്പ്രഷൻസ്, ആ ഒരു ടീസറിനകത്തൊക്കെ ഇങ്ങനെ കണ്ണാടി പൊക്കി വെക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിലും പുള്ളി ആ ക്യാരക്ടറായി. അത് എനിക്കറിയില്ല, എനിക്ക് ഒരുപക്ഷെ പുള്ളിയെ ഒരുപാട് നാളിന് ശേഷം സ്ക്രീനിൽ കണ്ടുകൊണ്ടാണോ എന്താണോ, പുള്ളി അത് ആ ക്യാരക്ടറിന് കുറേ മാനറിസംസും നാക്ക് വെച്ചുള്ള കുറച്ച് പരിപാടികൾ, സിഗരറ്റ് കടിച്ച് ചവച്ച് തിന്നുന്ന ആ ഒരു രീതിയിലൊക്കെ ഉള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ആ വട്ടത്തിൽ വിടുന്ന പുക, അതെനിക്ക് തോന്നുന്നു ജിതിൻ കെ ജോസ് ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു. അതൊക്കെ ഫാൻറ്റാസ്റ്റിക്. അപ്പോൾ ഒരു സൈഡിൽ മമ്മൂക്ക ഭയങ്കര ടവറിങ് ആയിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ, മറ്റേ സൈഡിൽ എനിക്കെന്തോ വിനായകൻ ഒരു നല്ല പെർഫോമറാണ്, വിനായകൻ ഒരു നല്ല ആക്ടറാണ്. കമ്മട്ടിപ്പാടത്തിലും വേറെ ഒരുപാട് സിനിമകളിനകത്ത് പുള്ളിയുടെ ഇപ്പോൾ ആടിനകത്തേക്ക് ഡ്യൂഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നോർമലി ഒരാൾക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പാടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എന്തുകൊണ്ടോ മമ്മൂക്കയ്ക്കെതിരെ ഈ ഒരു പെർഫോമൻസ് വരുമ്പോൾ വിനായകൻ്റെ പെർഫോമൻസ് വളരെ സ്റ്റൈലായിട്ട് തോന്നും. അത് ഇനിയും അത് ഇപ്പം അതിൽ കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല. അതൊരു വളരെ ആർട്ടിഫിഷ്യലി പുട്ട് ഓൺ ആയിട്ട് തോന്നും. പല സാഹചര്യങ്ങളിലും ആ ക്യാരക്ടർ പുള്ളിക്ക് ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത് കുറച്ചുകൂടെ പുള്ളി വളരെ നോർമൽ മലയാളത്തിൽ വളരെ ഡിക്ഷണൈസ്ഡ് ആയിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്കതെന്തോ ഏച്ച് കെട്ടിയ പോലത്തെ ഒരു ഫീൽ തോന്നും. പിന്നെ ഇതിനകത്ത് ജിബിൻ ഗോപിനാഥ് ഉണ്ട്. ജിബിൻ ഗോപിനാഥ് ഡയസറൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി സാധാരണ ഉള്ള ഒരു നല്ല പെർഫോമൻസ്, എല്ലാ പടത്തിലും ചെയ്യുന്ന ഒരു നല്ല പെർഫോമൻസ്. പിന്നെ ഒരു 10-22 സ്ത്രീകളുണ്ട്. അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റിൽ കാണിച്ച അത്രയും പേരുണ്ട്. അതിനകത്ത് 1-2 നോട്ടബിൾ നെയിംസ് ഉണ്ട്. ഇപ്പോൾ രജീഷ വിജയൻ, ശ്രുതി രാമേന്ദ്രൻ, മേഘ ടോംസ്, അങ്ങനെ 1-2 പേരെ നമുക്കറിയാം. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് ഫ്രഷ് ഫേസസ് ആണ്. അപ്പം അവർക്കങ്ങനെ ഒന്ന് പെർഫോം ചെയ്ത് ഇമോട്ട് ചെയ്തൊക്കെ ഫലിപ്പിക്കാനുള്ളൊരു സമയമൊന്നും സിനിമയിലില്ല. കാരണം ദേ ആർ ഓൾ വിക്ടിംസ് ടു മമ്മൂക്കാസ് ക്യാരക്ടർ. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫിയും കളർ ഗ്രേഡിങ്ങും എനിക്കറിയില്ല, എന്നെ അത് ആ സിനിമയോട് അടുപ്പിച്ചില്ല. കാരണം ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന നെയിം കണ്ടപ്പോൾ ഞാൻ ഒരു കുറുപ്പ് ലെവൽ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ ആണെങ്കിലും എല്ലാം കുറുപ്പിൻ്റെ ലെവലിൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ ഫീൽ ചെയ്തു. പക്ഷേ ഇതിലെന്തുകൊണ്ടോ സിനിമാറ്റോഗ്രാഫി വളരെ സ്റ്റാൻഡേർഡാണ്. എല്ലാത്തിനകത്തും മിഡ് ബ്ലോക്കിംഗ് ഷോട്ട്സ് ആണ്. ക്യാരക്ടേഴ്സൊക്കെ ഫ്രെയിമിൻ്റെ നടുക്ക് തന്നെ വന്ന് നിൽക്കും. ലൈറ്റിംഗ് ആണെങ്കിലും, ലൈറ്റിംഗ് ചില സീനിലൊക്കെ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ഒരു ഉദാഹരണത്തിന് ഒരു കമ്മീഷണർ ഓഫീസിലെ ഒരു സീനിനകത്ത് കമ്മീഷണർ ജനലിൻ്റെ സൈഡിൽ നിന്ന് അടിക്കുന്ന സൂര്യ വെളിച്ചത്തിന് നേരെ ഓപ്പോസിറ്റ് കസേര ഇട്ടിട്ട് അത് എനിക്ക് വളരെ വിയർഡായിട്ട് തോന്നി. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ഇരുട്ടത്ത് നിന്ന് സംസാരിക്കുന്നു. എനിക്കറിയില്ല ഏത് കമ്മീഷണർ ഓഫീസിനാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കതൊക്കെ വളരെ വിയർഡായിട്ട് തോന്നി. പിന്നെ കളർ ഗ്രേഡിംഗ് ആണെങ്കിലും
എനിക്ക് ഇത് കുറച്ച് കാലം മുമ്പ് നടന്ന ഒരു 2012-10 ആ കാലഘട്ടത്തിലൊക്കെ നടന്ന കഥയാണ് അതായിട്ടാണ് കാണിക്കുന്നത്. സോ അതിന് വേണ്ടി അവർ കളർ ഗ്രേഡിങ് ഡള്ളാക്കിയതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു വളരെ ഡള്ളായിട്ടുള്ളൊരു കളർ മൂഡിലാണ് ഈ പടം പോകുന്നത്. എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റിങ്ങും സ്ക്രീൻ പ്ലേയും ചേർത്ത് വേണം പറയാൻ. കാരണം ഇവരിത് ഏത് രീതിയിലാണ് എഴുതി പിന്നെ മാറ്റി എഡിറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പൊതുവേ നമ്മളൊരു സിനിമയിൽ ഒരു സീരിയൽ കില്ലർ ഫിലിംസിൽ നമ്മളൊരു കില്ലിങ് കാണിക്കും. അതിനുശേഷം അപ്പോൾ കില്ലർ ആരാണെന്ന് നെസസറിലി കാണിക്കണമെന്നില്ല. അപ്പം അതിനുശേഷം അതന്വേഷിച്ചൊരു പോലീസ് ഓഫീസർ വരുന്നു. അതിനുശേഷം അതെങ്ങനെ കൊന്നു, എന്തിനു കൊന്നു, ആര് കൊന്നു എന്നൊക്കെ ഉള്ളതിലേക്കുള്ള അതാണ് പൊതുവേ ഒരു പാറ്റേൺ. ഇതിനകത്ത് ഫസ്റ്റ് ഫ്രെയിം തൊട്ട് നമ്മൾ കഥയിലേക്കാണ്. ഓക്കെ, മമ്മൂക്കയെ കാണിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ അതിൻ്റെ റൺ ടൈം വന്നപ്പോഴത്തേക്കും അതായത് ഫസ്റ്റ് ഹാഫ് 58 മിനിറ്റ്, സെക്കൻഡ് ഹാഫ് 1.25 മണിക്കൂർ അങ്ങനെ എങ്ങാണ്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഇൻ്റർവെല്ലായിരിക്കും മമ്മൂക്ക വരുന്നതെന്ന്. പക്ഷെ അല്ല, ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ മമ്മൂക്ക വരുന്നുണ്ട്. അവിടെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഫസ്റ്റ് കാര്യം നടക്കുന്നുണ്ട്. അതിനുശേഷം വിനായകൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു ഇൻ്റർവെൽ വരെയുള്ള ഒരു അന്വേഷണം മമ്മൂക്ക ആദ്യത്തെ ഷോട്ടിൽ അല്ലെങ്കിൽ ആദ്യത്തെ സീന് ചെയ്ത കാര്യമില്ലേ, അതിലേക്ക് വിനായകൻ്റെ ക്യാരക്ടർ എത്തുന്നത് നമ്മൾ കാണുകയാണ്. അപ്പം നമുക്ക് ഓൾറെഡി ഈ കാര്യം അറിയാം, ഇത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. എന്നിട്ട് വിനായകൻ്റെ ക്യാരക്ടർ അതിലേക്ക് ട്രാവൽ ചെയ്യുന്നവരെ നമ്മളിങ്ങനെ ഇരിക്കുക. ഓക്കെ വരൂ. അതിനിടയ്ക്ക് കോട്ടായിക്കോണോ അങ്ങനെ ഉണ്ട്, ഒരു സ്ഥലത്ത് ഒരു വർഗീയതകളുണ്ട്, അതിനകത്തൊരു സംഭവം നടന്നു. അതിൽ നിന്ന് ഇങ്ങനെ നൂല് പിടിച്ചാണ് മമ്മൂക്കയുടെ ഈ ക്യാരക്ടറിൻ്റെ പ്രവർത്തികളിലേക്ക് എത്തുന്നത്. പക്ഷേ അത് നമുക്ക് വി ഓൾറെഡി നോ, ഓക്കെ ദിസ് ഇസ് ദ ഗൈ ഈസ് ബീൻ ഡൂയിങ് ദിസ് എന്നുള്ളത് നമുക്കറിയാം. സോ അതെന്താണ് എന്നുള്ളതിലേക്ക് നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ബിൽഡ് ചെയ്യുന്നില്ല. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ, ഈ സിനിമയിൽ പൊതുവേ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 2 പ്ലോട്ട് പോയിന്റ്സ് വെച്ചിട്ടാണ് ഇവർ ഈ സിനിമ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇതിനകത്തൊരു സെൻറ്റർ പോയിന്റിൽ വരുന്ന ഒരു ട്വിസ്റ്റ്, അത് ഇൻ്റർവലായിട്ട് വരുന്നു. അതിനുശേഷം ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു ക്ലൈമാക്സിൻ്റെ ആ ഏരിയയിലുള്ള ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ 2 സാധനങ്ങൾ അത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എഴുതിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ആ 2 പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സിനിമ ഫ്ലാറ്റാണ്. സിനിമയിലൊരു എലവേഷൻ ഇല്ല, ഒരു ഏറ്റക്കുറച്ചിലുകൾ അങ്ങനെ ഒരു ഇതില്ല. ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് സിനിമ പോകുന്നത്, ഒരു ഡ്രാമയാണ്. ആൻഡ് അതുമാത്രമല്ല, ഈ 2010-12 കാലഘട്ടത്തിലൊക്കെ ആയതുകൊണ്ട് ആകെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തെളിവെന്ന് പറയുന്നത് മൊബൈൽ ലൊക്കേഷൻ അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സിനിമ ത്രൂ ഔട്ട് ഒരു മൊബൈൽ ഓപ്പറേറ്ററും വിനായകനും ഇങ്ങനെ പറയും, സാറേ അവിടുന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു എന്താ പറയുക, ഇതിൽ തന്നെയാണ് സിനിമ പോകുന്നത് ക്ലൈമാക്സ് വരെയും. ഇതിങ്ങനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ നമ്പർ ഓണായി, ഇവിടെ നമ്പർ ഓണായി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമാണ് സിനിമ പോകുന്നത്. ഇൻ്റർവെൽ 58-ാമത്തെ മിനിറ്റിലാണ് വരുന്നത്. 58-ാമത്തെ മിനിറ്റിൽ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സെൻറ്റർ പോയിന്റ് അല്ല. സിനിമയുടെ 58 മിനിറ്റിൽ ഒരു സിനിമയ്ക്ക് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു സെൻറ്റർ പോയിന്റ് അല്ല, അതും 2.5 മണിക്കൂറുള്ള ഒരു സിനിമയ്ക്ക്. പക്ഷേ ആ പോയിന്റിൽ ആ ട്വിസ്റ്റ് അവിടെ മാത്രമേ വെക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഇൻ്റർവെൽ അവിടെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്ന 1.5 മണിക്കൂറിലും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എന്ത് കണ്ടോ അതേപോലെ തന്നെ ഫ്ലാറ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഒരിക്കലും ഒരു ടെൻഷനോ അയ്യോ ഇതിനി എന്തെങ്കിലും സംഭവിക്കുമോ, ലൈക്ക് ഇവർ തമ്മിൽ കണ്ടുമുട്ടുമോ, വിനായകനെ പിടിക്കാൻ പറ്റുമോ, ഈ ഒരു കൺഫ്യൂഷനേ നമുക്കില്ല. കാരണം ഫോർ ദ മോസ്റ്റ് പാർട്ട് വി ആർ കൺവിൻസ്ഡ്, ഓക്കെ ഇതിങ്ങനെ തന്നെ ആയിരിക്കും, ഇതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ചില ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ ഇവരവിടെ വരും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒരു ക്യാരക്ടർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം വളരെ ഫ്ലാറ്റാണ്, പ്രഡിക്റ്റബിളാണ്. പ്രഡിക്റ്റബിൾ ആവുന്നതല്ല ഇതിനകത്തെ പ്രശ്നം. കാരണം നമ്മളൊരു സത്യനന്ദിക്കാട് സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കും അതിനകത്ത് പ്രഡിക്റ്റബിലിറ്റി നമുക്കൊരു പ്രശ്നമല്ല. കാരണം അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വേറൊന്നാണ്. നമ്മൾ അതിനകത്തൊരു ഫീൽ ഗുഡും കോമഡിയും ഒക്കെ എൻജോയ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്ത് കുറച്ചുകൂടെ ഒരു ഇൻട്രിഗ്യൂ വേണം, അതിനകത്തൊരു സസ്പെൻസ് ഫാക്ടർ വേണം. എനിക്ക് തോന്നുന്നു കുറച്ച് കമ്പയർ ചെയ്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി എല്ലാവരെയും കൊല്ലും, പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെ കൊല്ലും എന്നുള്ളത് നമ്മളെ ആദ്യത്തെ ഒരു 30 മിനിറ്റ് കാണിച്ചിട്ട് അതിനുശേഷം ഇങ്ങനെ ഒരു 9 പെൺകുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയെ കൊന്നു, അപ്പോൾ അവരെ ഇറക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ വരുന്നു, സുരേഷ് ഗോപി പോയി വാദിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്കുള്ള കോഡ് സീൻസും പരിപാടിയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഓഡിയൻസ് വിചാരിക്കുന്നു, ഓക്കെ 9 പേരെ ഇറക്കിയിട്ട് സുരേഷ് ഗോപി കൊല്ലുന്നിടത്ത് പടം തീരും എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തുനിന്ന് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഒരു വലിയൊരു ബിഗ് ടേൺ അറൗണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ ഇതിനകത്ത് വേറെ എന്തോ ഉണ്ട്, വി ആർ ഹുക്ഡ്, വി ആർ ഇൻട്രീഗ്ഡ്, നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ആ സിനിമ എന്തോ തന്നു. പക്ഷേ ഇതേ ഒരു പ്ലോട്ട് വെച്ച്, അതായത് ഈ ഒരു വിജിലാൻ്റെ സാധനം വെച്ച് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു മമ്മൂക്കയുടെ. അതിനകത്ത് ഒരാളൊരു കാര്യം ചെയ്യുന്നു, മമ്മൂക്ക കൊല്ലുന്നു, അടുത്ത ആൾ ചെയ്യുന്നു, മമ്മൂക്ക കൊല്ലുന്നു, അടുത്ത ആൾ ചെയ്യുന്നു, മമ്മൂക്ക കൊല്ലുന്നു, ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടേക്ക് അവേ ഇല്ല, അതിനകത്തൊരു പ്ലോട്ട് ഇല്ല, ഒരു ജസ്റ്റ് ഇറ്റ്സ് എ ബയോഗ്രഫി എന്നൊക്കെ പറഞ്ഞാലും നമുക്കതൊരു എൻഗേജിങ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കളങ്കാവലിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഈ മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ കുറേ കൊലപാതകങ്ങളും പരിപാടികളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിലും
അതിനകത്തൊരു എന്താ പറയുക, ഒരു ഡിഫറൻസ്, എന്താ പറയുക, കൊല്ലുന്ന രീതികളുടെ ഒരു ഡിഫറൻസും ഒന്നും നമ്മളങ്ങനെ ഓ സൂപ്പർ, അടിപൊളി, അങ്ങനെയാണല്ലേ, അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. ഒരു സ്റ്റൈലി കൺസ്ട്രക്റ്റഡ് ആണ് മൊത്തത്തിൽ. മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളുടെ പെർഫോമൻസിൽ മാത്രം അധിഷ്ഠിതമായിട്ട് ഒരു സിനിമ മൗണ്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ഉണ്ട്. പിന്നെ എനിക്ക് ഇത് മേ ബി ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും മമ്മൂക്ക അത്രയും ടവറിങ് ആയിട്ട് നിൽക്കാൻ ഉള്ളൊരു പെർഫോമൻസ്, അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പുള്ളൊരു ക്യാരക്ടർ ഉള്ളപ്പോൾ ഇപ്പുറത്തുള്ള ഈ പോലീസ് ഓഫീസറുടെ ക്യാരക്ടറിനെ അണ്ടർപ്ലേ ചെയ്ത് പ്രസൻറ്റ് ചെയ്തതാണോ എനിക്കറിയില്ല. എനിക്കത്, കാരണം ഒരു പോയിന്റിൽ എവിടെയെങ്കിലും ഈ പോലീസ് ഓഫീസർ ഓവർ പവർ ചെയ്യണമല്ലോ. അത് ഈവൻ ഏതൊക്കെയോ പോയിന്റിലൊക്കെ എനിക്ക് വളരെ അത് മനഃപൂർവ്വം അണ്ടർപ്ലേ ചെയ്തതാണോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നി. ഞാൻ എഡിറ്റിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എഡിറ്റിങ്ങിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ പോയിന്റ് എയിൽ ഇയാളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനുശേഷം അയാളെ തപ്പി വിനായകൻ്റെ ക്യാരക്ടർ പോകുന്നു. അപ്പോൾ ഈ പുറകെ പോകുന്ന പോയിന്റിലാണെങ്കിൽ ഒന്നിലും ആ ഒരു ടെൻഷനില്ല. കാറൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നത് തന്നെ വളരെ പതുക്കെയാണ്. എനിക്കറിയില്ല, അത് മൊത്തത്തിലൊരു ഒരു ഡ്രമാറ്റിക് ഫീലാണ്, ഒരു ഡോക്യുമെൻ്ററി ഫീലാണ്. അങ്ങനെ ഒരു ട്വിസ്റ്റോ സസ്പെൻസോ അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് വളരെ സങ്കടമുണ്ട് എനിക്കിത് പറയുമ്പോൾ. ബട്ട് എനിക്ക് ഐ ഡിഡ്ന്റ് ഫീൽ ഒരു ടെൻഷൻ ഓർ സസ്പെൻസ് ഓർ എനിത്തിങ്. പക്ഷേ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വാസ് റിയലി ഗുഡ്. അതൊരു റിയലി ഗുഡ്. ആക്ച്വലി അത് സിനിമയുടെ ആ ഒരു പൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു 2.5 മണിക്കൂർ ഞാൻ ഭയങ്കര ബോറടിച്ചു, അയ്യോ ഇതെന്താ ഇങ്ങനെ, അങ്ങനെയൊന്നും കണ്ടുകൊണ്ടിരുന്ന സിനിമയല്ല. പക്ഷേ ഒരു ഒരു ക്രൈം ഡ്രാമ, ഇപ്പോൾ കുറുപ്പിലൊക്കെ നമുക്കറിയാവുന്ന കഥയാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷേ കുറുപ്പ് എൻഗേജ് ചെയ്തൊരു രീതിയുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി ആയാലും അതിൻ്റെ സിനിമയുടെ ബാക്കിയുള്ള ഒരു വശങ്ങളായാലും അഭിനയമായാലും എല്ലാം കൊണ്ട് ആ സിനിമ ക്യാപ്ചർ ചെയ്ത ആ ഒരു എസൻസ് ഉണ്ട്, ആ ഒരു ഇൻട്രിഗ്യൂ, ആ ഒരു എന്തൊക്കെയോ കുറേ ഒരു ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അതില്ല. ഈവൻ ദോ ദുൽഖർ കുറുപ്പിനകത്ത് ചെയ്ത പെർഫോമൻസിനേക്കാൾ കരിഷ്മാറ്റിക് ആയിട്ടാണ് മമ്മൂക്ക ഇതിനകത്ത് ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എവിടേക്കോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് ആയാലും പടം പെട്ടെന്ന് തീർന്നു, പെട്ടെന്ന് ഒരു സംഭവം നടക്കുന്നു, ആൻഡ് ദ ഫിലിം എൻഡ്സ് ദെയർ. അപ്പോൾ എന്തോ നമുക്കൊരു ഡിസാറ്റിസ്ഫൈഡ് ഒരു ഫീലാണ് വരുന്നത്. സോ ഐ ഡോണ്ട് നോ. പക്ഷേ തിയേറ്ററിൽ കാണാൻ ഒരു ബോറടിക്കുന്ന ഒരു സിനിമയല്ല, കാണാവുന്ന സിനിമയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അമിത പ്രതീക്ഷയിലൊക്കെ ഒരു ക്രൈം ത്രില്ലർ ആയിരിക്കും, വിനായകൻ മമ്മൂക്കയെ എങ്ങനെ പിടിക്കുന്നു എന്ന് കാണാം എന്നൊക്കെ, അങ്ങനൊന്നുമില്ല. അങ്ങനൊരു എൻഗേജ്മെൻറ്റ് ഫാക്ടർ എനിക്ക് തോന്നിയില്ല, എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇപ്പോൾ ഇത് പറയുന്നുണ്ടേ നെഗറ്റീവ് പറയാനായിട്ടാണോ വന്നത്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിനകത്ത് സ്ക്രീൻ പ്ലേ വൈസ് തൊട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതിൻ്റെ ഒരു കഥാതന്തു ആയാലും സ്ക്രീൻ പ്ലേ ആയാലും എഡിറ്റിങ്ങിലായാലും വരുത്തിയിട്ടുള്ള ഒരുപാട് ചോയ്സസ്, ഡെലിബറേറ്റ് ചോയ്സസ് ആണ്. കാരണം ഈ കഥ ഒരിക്കലും 2025 പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം CCTV എല്ലാം ഉള്ള ഒരു കാലത്ത് ഇങ്ങനൊരു കഥ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ കൂടെ പുറകിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ തന്നെ നമ്മളുടെ ഒരു ഇൻ്റർവ്യൂ പകുതി കട്ടായി. അതിനുശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം വരണമെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ അതിനകത്തൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ കാണണം. പക്ഷേ അങ്ങനെയൊന്നുമില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമയാണ്, മോസ്റ്റ്ലി പ്രെഡിക്റ്റബിൾ. മമ്മൂക്കയുടെ പെർഫോമൻസിന് വേണ്ടി മാത്രം കാണാവുന്ന സിനിമ. സോ കളങ്കാവൽ മമ്മൂക്ക ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. മമ്മൂക്ക ഫാൻ അല്ല, ഒബ്വിയസ്ലി നമ്മൾ മലയാളികളെല്ലാവരും മമ്മൂക്കയുടെ ഫാൻസാണ്. പക്ഷേ എന്നാലും മമ്മൂക്കയുടെ ആ ഒരു സിൽവർ സ്ക്രീനിലേക്കുള്ള ഒരു റിട്ടേണിന് വേണ്ടി കാണാവുന്ന സിനിമ, വേറെ ഒന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ശരി.